ഇത് അപർണ ഗൗരി. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകരെ ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞു നിന്ന ആൺകൂട്ടത്തെ കൂസാതെ ചുവന്ന ഉടുപ്പിട്ട് കൈകൾ പിന്നിൽ പിണച്ച് നടന്നെടുക്കുന്ന അപർണയുടെ ചിത്രം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. കൃത്യം ഒരു വർഷം മുൻപ് സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ തിരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് അപർണ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. SFIയുടെ വയനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ അപർണ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനാണ് സഹപ്രവർത്തകരോടൊപ്പം മേപ്പാടി പോളിടെക്നിക് കോളേജിൽ എത്തിയത്. KSU MSF സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി ട്രാബിയാക് എന്ന ലഹരി സംഘം അപർണയെയും കൂട്ടരെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. പെൺകുട്ടി എന്ന പരിഗണന പോലുമില്ലാതെ 30ഓളം ആളുകൾ തല്ലിച്ചതച്ചു. ചുവരിൽ ചേർത്ത് നിർത്തി നെഞ്ചിൽ ചവിട്ടി. തലയിൽ രക്തസ്രാവമുണ്ടായി. വെള്ളം പോലും ഇറക്കാനാവാത്ത അവസ്ഥ. ആ അപർണയാണ് ഇന്ന് നിവർന്നു നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ മേപ്പാടി പോളിടെക്നിക് കോളേജിൽ 7-ൽ 7 സീറ്റും പിടിച്ചെടുത്താണ് SFIയുടെ ചുണക്കുട്ടികൾ മറുപടി നൽകുന്നത്. ലഹരി മാഫിയ സംഘങ്ങൾക്ക് കേരളത്തിലെ കലാലയങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന പ്രഖ്യാപനമാണത്. അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് തകർക്കാനാവാത്ത സമരവീര്യമാണ് SFI. ഇത് ആർക്കും വാർത്തയല്ല. ഇത് കവർ ചെയ്യാൻ ഒരു മാധ്യമങ്ങളും ഉണ്ടാവില്ല. ഇന്ന് സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ 54-ൽ 44 ഇടത്തും SFI വിജയക്കൊടി പാറിക്കുമ്പോൾ വയനാടൻ മലമുകളിൽ പാറിക്കളിക്കുന്ന ശുഭ്രപതാകയിലെ രക്തനക്ഷത്രത്തിന് ചുവപ്പേറെയാണ്.